കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരം ഒക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത്. നാളെ ഇപ്പോൾ ഭഗവതിയുടെ താലപ്പൊലിയാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയി. വളരെ മനോഹരമായ സമയമാണ്. അപ്പോൾ എല്ലാവരും നാളെ വന്നിട്ട് പറ്റാവുന്നവരൊക്കെ വന്ന് ആ ഭഗവതീനെ കണ്ടോളൂ, ഗുരുവായൂരപ്പനെയും കണ്ടോളൂ. നമുക്ക് എന്തായാലും ഇന്ന് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് നമ്മളങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗോപുരവാതിൽ കിടന്നകത്തേക്ക് വരിക. അപ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും മുകളിലുള്ള ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കെടാവിളക്കൊക്കെ കാണാം. ആ വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട്, കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉണ്ണിയാട്ടോ. അങ്ങനെ മുകളിലെ അരമണി ഒക്കെ ഇങ്ങനെ കാണാണ്ട്, കിങ്ങിണിയൊക്കെ കാണാണ്ട്. ഇന്നലെ അരമണിയും കിങ്ങിണിയും കാരണം പട്ടുകോണം കണ്ട മാതിരി ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അതല്ല, അതൊക്കെ കാണാണ്ട്. അങ്ങനെ മുകളിലൊരു വളയം പോലത്തെ, മാറത്ത് വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കൈവളകൾ എന്താ വെച്ചാൽ 2 കൈയും ഇങ്ങനെ മാറത്ത് ചാർത്തി പിടിച്ച് 2 കൈയിലും നിറച്ച് വെണ്ണയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ആ മാറത്തേക്ക് ഇങ്ങനെ എത്തിയണ്ണു. എന്താ അപ്പോൾ നിറച്ച് വെണ്ണ കിട്ടിയണ്ണ. പിന്നെ ഇപ്പോൾ എന്താ അത്രയും സന്തോഷമാണ് ആ ചിരി. 2 കൈയിലും 2 തൃക്കൈയിലും നിറയെ വെണ്ണ ഇങ്ങനെ എടുത്ത് വാരി എടുത്തെണ്ണാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഉണ്ട്. അതിങ്ങനെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെന്നാൽ നമുക്കും തരുമൊക്കെ ചെയ്യും കേട്ടോ. ചോദിച്ചാലേ കൊടുക്കാത്ത ഉണ്ണിയൊന്നുമല്ല, നന്നായിട്ട് കൊടുക്കും. അപ്പോൾ വേണ്ടവരൊക്കെ ചോദിച്ചോളൂ കേട്ടോ. അവിടെ നിന്ന് എന്തായാലും അറിഞ്ഞു തരും. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. മുകളിൽ തിരുമുടിമാല, 3 തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവ്, തുളസി, തെച്ചിയായിട്ടുള്ള അങ്ങനത്തെ 2 എണ്ണം. പിന്നെ 1 എണ്ണം വെളുത്ത പൂവ്, അമ്പിയാർ വട്ടം, ആ 1 എണ്ണം. അതേപോലെ 2 ഉണ്ടമാല. ഒന്നെങ്ങനെ വെച്ചാൽ വനമാല പോലെ തെച്ചിയും തുളസിയായിട്ട് ഇങ്ങനെ ഇടകലർന്ന്. പിന്നെ 1 എണ്ണം ഉള്ളത് നല്ല തിക്കായിട്ടുണ്ട്. 1 എണ്ണം ഉള്ളത് തെച്ചിയും തുളസിയും വെളുത്ത പൂവും. ആ വെളുത്ത പൂവാണ് കൂടുതൽ. അങ്ങനെ അപ്പോൾ 3 തിരുമുടിമാലയുണ്ട്, 2 ഉണ്ടമാലയുണ്ട്. അതൊക്കെ അണിഞ്ഞ് അതിനെക്കാട്ടിലൊക്കെ വളരെ സന്തോഷമായിട്ട് ആ 2 തൃക്കൈയിലും നിറയെ വെണ്ണ. അതാണ് കാഴ്ച. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ആ കണ്ണനെയും ഗുരുവായൂരപ്പനെയൊക്കെ. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആലിലക്കണ്ണനെയും കണ്ട് തൊഴാം, സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കണ്ട് തൊഴാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെയും കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമൻ രൂപവും ഗജേന്ദ്രമോഷൻ രൂപമൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെയും കണ്ട് തൊഴാം. പിന്നീട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹത്തെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ബാക്കി ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനെയും അതേപോലെ ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത്
ആ മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുത് അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം ഭഗവാനെ. അതിനുശേഷം ആ താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ടു തൊഴുത് നേരെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി ആ കൊടിമരം കണ്ടു തൊഴാം. പിന്നെ നേരെ വന്ന് കുറൂരമ്മേനെയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ വരാം. അങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്ത് കാവിൽ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. അങ്ങനെ വന്ന് അമ്മയുടെ അടുത്ത് എത്തി അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ രണ്ട് കൈ കൊണ്ടും രണ്ട് കൈ നിറയെ വെണ്ണ പിടിച്ച് നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് കണ്ട് തൊഴുത് നമസ്കരിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്ന നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ചെറിയ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് അങ്ങനെ വന്ന് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലുള്ള വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അങ്ങനെ തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.